ഇസ്രായേൽ സൈന്യം തെക്കൻ ലെബനനിൽ തങ്ങളുടെ അധിനിവേശം വ്യാപിപ്പിച്ചു. ലിറ്റാനി നദി ലക്ഷ്യമാക്കിയാണ് ഇസ്രായേൽ നീങ്ങുന്നത്. ഞായറാഴ്ച രാത്രി ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണങ്ങളിൽ അൽബോസിലെ ഒരു ഉയർന്ന വോൾട്ടേജ് ട്രാൻസ്മിഷൻ ടവറും ടെഹ്റാനിലെ ദുഷാൻ തപെ സബ്സ്റ്റേഷനും തകർന്നു. ടെഹ്റാനിലും സമീപ പ്രദേശങ്ങളിലും വൈദ്യുതി തടസ്സങ്ങൾ നേരിട്ടു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പവർ പ്ലാന്റുകൾ ആക്രമിക്കില്ല എന്ന പ്രസ്താവന നിലനിൽക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടന്നത്. വൈദ്യുതി തടസ്സങ്ങൾ മാറ്റിയെന്നും വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്നും ഇറാന്റെ ഡെപ്യൂട്ടി എനർജി മിനിസ്റ്റർ സ്ഥിരീകരിച്ചു. ബീർഷേവയ്ക്ക് അടുത്തുള്ള നിയോഡ് ഹൊവാവ് വ്യവസായ മേഖലയിലെ അദാമ കെമിക്കൽ പ്ലാന്റിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. കീടനാശിനികളും വിള സംരക്ഷണ വസ്തുക്കളും ഉണ്ടാക്കുന്ന അദാമ പ്ലാന്റാണ് ഇതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സ്ഫോടനം മൂലമുണ്ടായ അവശിഷ്ടങ്ങളിൽ നിന്നും ഷോക്ക് വേവുകളിൽ നിന്നും 11 പേർക്കോളം പരിക്കേറ്റു. സ്ഥലത്തെ ഒരു കെട്ടിടം പൂർണ്ണമായി നശിച്ചു. 30-ലധികം ഫയർഫോഴ്സ് അംഗങ്ങൾ വന്നാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വിഷവാതക ചോർച്ചയുണ്ട് എന്ന ഭയം കാരണം അധികൃതർ അവിടെയുള്ള ഈ വ്യാവസായിക മേഖല അടച്ചുപൂട്ടുകയും സമീപത്തുള്ള താമസക്കാരോട് വീടിനുള്ളിൽ തന്നെ തുടരാൻ പറയുകയും ചെയ്തു. പിന്നീട് നിരീക്ഷണങ്ങൾക്ക് ശേഷം സ്ഥിതി അപകടകരമല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ജാഗ്രത പുലർത്താൻ മാത്രം പരിസരവാസികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ കുവൈറ്റിലെ ഒരു ഡീസലൈനേഷൻ പ്ലാന്റിന് നേരെ ഇറാൻ ആക്രമണം നടത്തി. അതായത് കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു പ്ലാന്റാണിത്. ഇവിടെ ഒരു ഇന്ത്യൻ കോൺട്രാക്ട് വർക്കറാണ് അദ്ദേഹം കൊല്ലപ്പെട്ടു. മരിച്ചത് തമിഴ്നാട് സ്വദേശിയാണ്. ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച പുതിയ നിർദ്ദേശപ്രകാരം സുരക്ഷാ കാരണങ്ങളാൽ രാത്രി കാലങ്ങളിൽ കടലിൽ പോകുന്നത് നിരോധിച്ചിട്ടുണ്ട്. വൈകുന്നേരം 6 മണി മുതൽ പുലർച്ചെ 4 മണി വരെ കടലിൽ ഇറങ്ങുന്നതിനാണ് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെട്ടതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $116 കടന്നു. യൂറോപ്യൻ സഖ്യകക്ഷികളെ വീണ്ടും വിമർശിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നേരെയുള്ള യുദ്ധത്തിൽ നാറ്റോ സഹകരിക്കാത്തതിൽ കടുത്ത അതൃപ്തിയുണ്ട് അദ്ദേഹത്തിന്. നാറ്റോ സഖ്യത്തിലെ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് സൈനികമായും സാമ്പത്തികമായും ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് അമേരിക്കയാണ്. നാറ്റോയിൽ നിന്ന് അമേരിക്ക പുറത്തുവരും എന്ന് അദ്ദേഹം ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്.